ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോയ്സ് ഡാനിയലേ, ഇന്നലെ ഈ ഗ്രീഷ്മ എഴുതി പത്രപ്രവർത്തകർ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ 38 വയസ്സ് വരല്ലേ, അതുവരെ ഞാൻ ജയിലിൽ കിടന്നുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം. പുള്ളിക്കാരി സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണല്ല, ഡബിൾ സ്ട്രോങ് ആണ്. മറ്റേ കഷായത്തിലുള്ള സ്ട്രോങ് പോലെയുള്ളൊരു സ്ട്രോങ്ങാണ് എന്തായാലും ഗ്രീഷ്മ. കഷ്ടമായി പോയി. എന്തായാലും ഒരു ചെറുപ്പക്കാരൻ്റെ അയാൾ അവസാന നിമിഷം വരെ ആ കുട്ടിയെ പ്രണയിച്ചു എന്നാണ്. കുട്ടിയെ ഈ ഗ്രീഷ്മ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നതേ ഇല്ല. ഇല്ലില്ല. പക്ഷെ കഷായ ഇറങ്ങിപ്പോയ വഴിയിലൂടെ എല്ലാം തകർന്നു പോയി. തിരിച്ചു വരാൻ പറ്റാത്ത വിധമുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമായിരുന്നു ഗ്രീഷ്മ. ഒരു പ്രേക്ഷകൻ പറയുന്നു, പ്രണയത്തെ ഗ്രീഷ്മ കൊന്നു എന്ന് പറയരുതേ അരുൺ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, പ്രണയം ഇതല്ലല്ലോ അല്ലേ, പ്രണയത്തിൻ്റെ പേരിലുള്ള വഞ്ചനയാണ്, പ്രണയം നടിച്ചുള്ള വഞ്ചനയാണ് അല്ലേ. ഒരുപക്ഷെ നമ്മുടെ ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ മരിക്കുന്ന സമയത്തും ഈ ഷാരോണിൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഉള്ളത്, നിന്നെക്കുറിച്ചുള്ള ആണെന്നെങ്കിലും ദുഃഖമെന്താനന്ദമാണ് നീ കോമനെ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എന്നെ കൊന്നിട്ട് പോലും ആ ഗ്രീഷ്മയെ സ്നേഹിച്ചിരിക്കുന്ന ഒരു ഷാരോണിനെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്.